ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. 8-ാം വയസ്സിൽ തുടങ്ങിയ കവുങ്ങുകയറ്റം 76-ാം വയസ്സിലെത്തിയപ്പോൾ തെങ്ങിലേക്ക് മാറിക്കയറി എന്നല്ലാതെ എരഞ്ഞോളി അരങ്ങേറ്റുപറമ്പിലെ എടക്കാടൻ ചന്ദ്രേട്ടന് ജീവിതത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല. കുടുംബം പോറ്റാൻ 8-ാം വയസ്സിൽ കയറിയ ഒറ്റ കയറ്റമാണ് 76-ാം വയസ്സിൻ്റെ ഉയരത്തിൽ നിൽക്കുന്നതെന്ന് പറയാം. വാഹനാപകടത്തിൽ പരിക്കേറ്റ് കാലിൻ്റെ അസ്ഥി പൊട്ടി 2 വർഷത്തോളം കിടപ്പിലായിരുന്നു. അതിനുശേഷം സ്വാധീനം കുറഞ്ഞ കാലോടെ എഴുന്നേറ്റ ചന്ദ്രേട്ടനെ കറങ്ങിത്തിരിച്ച് വീണ്ടും തെങ്ങിൻ ചോട്ടിലെത്തിച്ചു. നാലാം ക്ലാസ് വരെ പള്ളിക്കൂടത്തിൽ പോകാനേ ചന്ദ്രേട്ടന് സാധിച്ചിട്ടുള്ളൂ. പിന്നെ കുടുംബം പോറ്റി ജീവിക്കാൻ അത്യാവശ്യം പഠിച്ച തെങ്ങുകയറ്റത്തിന് തളയുമായി 8-ാം വയസ്സിലിറങ്ങി. തെങ്ങ് ചന്ദ്രേട്ടനെ ഇന്നോളം ചതിച്ചിട്ടില്ല. പക്ഷേ വർഷങ്ങൾക്ക് മുമ്പ് തെങ്ങുകയറ്റം കഴിഞ്ഞ് സുഹൃത്തിനോടൊപ്പം സൈക്കിളിന്റെ പിന്നിലിരുന്ന് തിരിച്ചു വരുമ്പോൾ വാടിയിൽ പിടിയിൽ വെച്ച് മറ്റൊരു വാഹനമിടിച്ച് ഗുരുതരമായി വലതുകാലിന് പരിക്കേറ്റ് എല്ലുപൊട്ടി 2 വർഷത്തോളം ചികിത്സയിൽ കിടക്കേണ്ടി വന്നു. അന്ന് നഷ്ടപരിഹാരമായി ലഭിച്ചത് 2600 രൂപയായിരുന്നു. ആ തുക കൊണ്ട് ചെറിയ പെട്ടിക്കട തുടങ്ങി. പക്ഷേ കച്ചവടം നഷ്ടമായി, കട പൂട്ടേണ്ടി വന്നു. മകൻ മരിക്കുകൂടി ചെയ്തതോടെ ജീവിക്കാൻ അസ്ഥി പൊട്ടിയ കാലുമായി വീണ്ടും തെങ്ങുകയറുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്ന് മനസ്സിൽ ഉറപ്പിക്കേണ്ടി വന്നു. ഭാര്യ ലളിതയും മകളും മകളുടെ ഭർത്താവും പേരക്കുട്ടികളും അടങ്ങുന്നതാണ് ചന്ദ്രേട്ടന്റെ കുടുംബം. സൗമ്യശീലനായ ചന്ദ്രേട്ടൻ പക്ഷേ ആരോടും കൂലി ചോദിച്ച് വാങ്ങാറില്ല. അവർ കണ്ടറിഞ്ഞു തരും എന്നാണ് ചന്ദ്രേട്ടൻ പറയുക. അത് രാവിലെ തുടരുന്ന ജോലി ഉച്ചയോടെ മതിയാക്കും. പണ്ട് കാലങ്ങളിൽ ഒരു തെങ്ങ് കയറിയാൽ 2 അണയാണ് ലഭിച്ചിരുന്നത്. ഇപ്പോൾ 75 രൂപയോളം ലഭിക്കാറുണ്ടെന്ന് ചന്ദ്രേട്ടൻ പറഞ്ഞു. 8 രൂപ കൂലി. പിന്നെ കുറേ പേര് കല്ലിയെത്തുമ്പോൾ അതിന് കൂലിയില്ല. പഠിക്കാൻ പോയിട്ട് തേങ്ങ പറിക്കുന്നതുകൊണ്ട് അത്ര ഇങ്ങനത്തെ പണിക്കെല്ലാം കൂട്ടിക്കൊണ്ടു ചെയ്യുക. 1 കൊല്ലത്തോളം കല്ലിയെത്തിയിട്ട് പൈസ കൂലിയില്ല. പഠിക്കാൻ കൂട്ടിക്കൊണ്ടു ചെയ്യുക, കൂലിയില്ല. തിണ്ണപ്പണിക്ക് പോയിട്ട് 8 രൂപ കൂലി. ചോറിന് എൻ്റെ അടുത്ത് ചായ വെച്ചിട്ട് ഡെയിലി 8 രൂപ. അപ്പോൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നതിന് ഒരു പണിത്തിരക്കാണ്. ഒരാൾ വേണോ തേങ്ങ പറിക്കുക, ഇനിയും കൂടി വരണം എന്നാണ് ജമീക്ക് മാറ്റാൻ. അയാളെ മരിച്ചുപോയി. അയാൾ തേങ്ങ പറിക്കാൻ ഒരാളും കൂടി വേണം തേങ്ങ പറിക്കുക. ഇനി എന്തായാലും നാളെ വരണമെന്ന്. അപ്പാട് തിണ്ണപ്പണിക്ക് കൊണ്ട് അതിൻ്റെ പിന്നെയും തേങ്ങ പറിക്കും പോയി ഏളപ്പുരം. പിന്നെ തേങ്ങ പറി തന്നെയായി. പിന്നെ അതെല്ലാം കുറേ കൊല്ലമായപ്പോൾ അതിപ്പം ഉണ്ടോ ആടെ 54 കൊല്ലമായി. ആ കൊട്ടുപോറ് കൊല്ലം ആടെ 54 കൊല്ലമായി ഇപ്പം പറിക്കുന്നുണ്ട്. അതെ, ഒരു പേർക്കന്നെ 54 കൊല്ലമായി. അച്ഛനെയും അമ്മേനെയും മോനെയും എല്ലാം പോയിട്ട് എൻ്റെ ചെലവിൻ്റെ ആരും അടിക്കുന്നു ഒരു പൈസ മേടിക്കില്ല. എന്താണെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അടിക്കുകയെന്ന് പറയും, അച്ഛൻ തരൂല്ല. അച്ഛൻ രാവിലോട്ട് സന്ധ്യയൊക്കെ വരിക. ആ വെള്ളം പൈസയെല്ലാം തീർത്തിട്ടുണ്ടാവും. അച്ഛൻ ചങ്ങായിമാർ കൂട്ടിക്കൊണ്ടിട്ടെല്ലാം ആ പൈസയില്ല ഇലിയിലായിപ്പോൾ ഇവിടെ വന്നിട്ട് കുഴപ്പമായിരിക്കും. അങ്ങനെ ഞാൻ തന്നെ പോയി നമ്മളെ പൈസക്ക് മേടിക്കണം. അന്നേരേ ചിലവാക്കും, ഇപ്പം ചിലവാക്കും. അച്ഛൻ തെങ്ങ് കയറിയാൽ ആരോടും പണം ചോദിച്ച് വാങ്ങാറില്ലെന്നും അങ്ങനെ തെങ്ങ് കയറിയാണ് അച്ഛൻ കുടുംബം പോറ്റിയതെന്നും മകൾ ബിജുല അഭിമാനത്തോടെ പറയുന്നു. അച്ഛൻ അന്ന് നമ്മൾ കാണുന്ന അന്നേരം പോലെ അച്ഛൻ കഷ്ടപ്പെട്ട് ഈ വയ്യാണ്ട് കാലും വെച്ചിട്ടാണ് പോയി തെങ്ങുമ്പോൾ കയറി നമ്മളെല്ലാം ഇത്രയും വളർത്തി തന്നെ. ഏട്ടൻ്റെ മരണവും ഈ സമയത്താണ് ഉണ്ടായത്. എന്താ പറയണ്ടേ, അത്രയും ഇതിലാണ് അച്ഛൻ നമ്മളെ ഇതാക്കി കൊണ്ടുവരുന്നത്. അത്രയും കഷ്ടപ്പാടുണ്ട്. ഭയങ്കര ഈ പ്രായത്തിൽ ആരും പോകില്ല. നമ്മളും പറഞ്ഞതാ പോകണ്ടെന്ന് പറഞ്ഞത്. പക്ഷേ അച്ഛൻ്റെ ഇതിന് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു ഇത് ഉണ്ടാവില്ല, എഴുന്നേക്കാൻ പറ്റാണ്ടാവും. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛൻ്റെ താല്പര്യത്തിന് അച്ഛനങ്ങ് പോകുന്നത്. ഒരു പൈസ വേണമെന്ന് വിചാരിച്ചിട്ടല്ല, എന്നാലും അങ്ങനെ അങ്ങ് നീങ്ങുമല്ലോ. ഓരോ ദിവസത്തേത് അങ്ങനെ അങ്ങ് കഷ്ടപ്പാടില്ലാണ്ട് പോകുന്നുണ്ട്. പിന്നെ ഒരാൾ 5 പൈസ മേടിക്കുകയില്ല, കൊടുക്കാനുണ്ടായാലോ വാങ്ങാനൊന്നും അങ്ങനെ ഒരു ഇതല്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ ആരുടെ മേടിക്കുകയില്ല. ഒരു പൈസ 5 പൈസ എന്ന് വെച്ചാൽ കട അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കില്ല. കൊടുക്കുന്നത് വാങ്ങിയിട്ട് വരുന്നതാണ്. നമ്മൾ ഇങ്ങനെ കൂട്ടം കൂടുന്നല്ലാണ്ട് കൊടുക്കുന്ന ചിലപ്പം ചിലർക്ക് കൊടുക്കില്ല. നാളെ തരാം മറ്റന്നാളെ തരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കിട്ടലൊന്നുമില്ല. പിന്നെ ചോദിക്കാനൊന്നും പോകുന്നില്ല. പിന്നെ അതാടെ ഇട്ടേക്ക്. പിന്നെ ഓറ് വന്നു കഴിഞ്ഞാൽ പോകും, കുറേ ദിവസം കഴിഞ്ഞാൽ പോവുക. അത്രയും കഷ്ടം എന്ന് വെച്ചാൽ കാലിൻ്റെ വേദന കൊണ്ട് അത്ര പോകാനൊന്നും പറ്റൂല. എന്നാലും അങ്ങനെ അങ്ങ് പോകും. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഷ്പില്ലാണ്ട് ആരും മുഷ്പിക്കാത്ത വിധത്തിൽ അങ്ങനെ അങ്ങ് പോവും, പണിയെടുക്കുന്നല്ലാണ്ട് വേറെ ഇതില്ല. പരേതരായ കുഞ്ഞപ്പ മാധവി ദമ്പതികളുടെ മകനായ ചന്ദ്രേട്ടൻ നിയോഗം പോലെ തെങ്ങുകയറ്റം തുടരുകയാണ് ഇന്നും. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.